താഴെ കൊടുത്തവയിൽ പൂജ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏത്? നമുക്കിവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിലേതാണ് പൂജ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുക? ഈ പൂജ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുക പറഞ്ഞാൽ ഏറ്റവും ചെറുത് എന്നർത്ഥം. പൂജ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പറഞ്ഞാൽ ഇതിലത്തെ ഏറ്റവും ചെറുത് കാണണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണുക. 0.09 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.09 ഇൻറ്റു 0.09 ഇത് ഗുണിക്കുമ്പോൾ 9 81 ദശാംശ സ്ഥാനം ആകെ 4 എണ്ണം. ഇതിൽ 2 എണ്ണം 4 സ്ഥാനം നീക്കണം. ഇപ്പം എന്ത് വരും? 0.0081. അടുത്ത് എടുക്കുക 0.8 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 0.8 ഇൻറ്റു 0.8 ഇൻറ്റു 0.8 8 ഇൻറ്റു 8 64 ഇൻറ്റു 8 512 ആകെ 3 ദശാംശ സ്ഥാനം നീക്കണം. ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 3 സ്ഥാനം നീക്കുമ്പോൾ 0.512. അടുത്തെടുക്കുക 1 മൈനസ് 0.9 ഹോൾ സ്ക്വയർ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1 0.9 കുറയ്ക്കണം. ഇതാ 1 0.9 കുറയ്ക്കുകയാണ്. ഇതെങ്ങനെ കുറയ്ക്കുക? ഈ 1ൻ്റെ വലതുവശത്ത് 0.0 ഇട്ടിട്ട് വേണം കുറയ്ക്കാൻ. അപ്പോൾ 1.0 0.9 കുറയ്ക്കുമ്പോൾ 0.1 വന്നു. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നമ്മൾ കുറച്ചു എന്ത് കിട്ടി? 0.1. ഇനി അതിൻ്റെ സ്ക്വയർ കാണണം. 0.1 സ്ക്വയർ എങ്ങനെ കാണുക? 0.1 ഇൻറ്റു 0.1 ഇത് ഗുണിക്കുമ്പോൾ എന്ത് വരും? ഓരോന്നൊന്ന് ആകെ 2 സ്ഥാനം നീക്കണം. ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം 2 സ്ഥാനം നീക്കുമ്പോൾ 0.01. അവസാനത്തെ ഓപ്ഷൻ എടുക്കുക 1.09 ഹോൾ സ്ക്വയർ. 1 മൈനസ് 0.9 ഹോൾ സ്ക്വയർ. ഇതിലാദ്യം എന്ത് ചെയ്യണം? 0.09 ഹോൾ സ്ക്വയർ കണ്ടിട്ട് വേണം ഒന്നൊന്ന് കുറയ്ക്കാൻ. അപ്പോൾ 1 കുറയ്ക്കണം 0.09 ഇൻറ്റു 0.09 1 കുറയ്ക്കണം. ഇത് ഗുണിക്കുമ്പോൾ ഇത് വരും 9 81 4 സ്ഥാനം നീക്കണം. ഇവിടെ 2 സ്ഥാനം 4 സ്ഥാനം നീക്കുമ്പോൾ 0.0081. ഇനി 1 0.0081 കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 1.8 ഇവിടെ 4 0 0.0081 കുറയ്ക്കുമ്പോൾ 0.991 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇത് 4 ഉത്തരം കിട്ടി. 1 2 ഇത് മൂന്നാമത്തെ 4-മത്തെ. നമ്മളിതിനെ ആരോഹണ ക്രമത്തിൽ നിന്ന് എഴുതി നോക്കാം. അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞർത്ഥം ഏറ്റവും വലുത്. ഇതിൽ ഏറ്റവും വലുത് ഇതാണ് 0.9919. അടുത്തത് നമുക്ക് ഇതാണ് വരുന്നത് 0.512. അടുത്തത് ഇതാണ് വരുന്നത് 0.01. ഏറ്റവും ചെറുതായിട്ട് ഇതാണ് വരുന്നത് 0.0081. അപ്പോൾ ഇത് അവരോഹണ ക്രമമാണ്, ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ വരുന്നത്? 0.0081 ഇത് ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ ഇത് ചോദ്യത്തിലില്ല അല്ലേ? അപ്പോൾ ഇത് ഏത് കണ്ടുപിടിച്ചത്? നമ്മൾ ഇത് ഏത് ചെയ്തപ്പോഴാണ് 0.0081? ഇത് നമ്മൾ ഏറ്റവും ആദ്യത്തെ ചെയ്തപ്പോഴാണ് 0.09 ഹോൾ സ്ക്വയർ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇതിലത്തെ ഉത്തരം 0.09 ഹോൾ സ്ക്വയർ ആണ് ഇതിൽ ഏറ്റവും ചെറുത്.